ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണേ. ഇതിൽ തന്നെ വാതിലൊക്കെ ഒന്ന് തുറന്ന് വെളിയിലോട്ട് നോക്കിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഡിസംബർ മാസം ആയതുകൊണ്ട് പറയണ്ടല്ലോ, അത്യാവശ്യം നല്ല തണുപ്പാണ്. പിന്നെ അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കി അകത്തോട്ടൊന്ന് കയറി. ഇപ്പം അകത്ത് നല്ല വെളിച്ചക്കുറവുണ്ടല്ലോ, അപ്പം നമ്മൾ കർട്ടനൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ജനലൊക്കെ ഒന്ന് തുറന്നിടുമ്പം നല്ല തണുപ്പും കയറും, അതുപോലെ നല്ല വെട്ടവും കിട്ടും കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ അടുക്കളയിലോട്ട് പോകുമ്പോൾ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ഒക്കെ നല്ലൊരു ഉഷാറായിട്ട് തന്നെ തുടങ്ങാൻ പറ്റും കേട്ടോ. രാവിലെ പണികളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉഷാറോടുകൂടി ചെയ്യാൻ പറ്റും കേട്ടോ. വീടൊക്കെ വൃത്തിയാണല്ലോ എന്ന്. പിന്നെ ജസ്റ്റ് നമ്മുടെ കർട്ടനെല്ലാം ഞാനിങ്ങനെ ഹാളിനകത്തുള്ള എല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ സെറ്റിയിലെ തലവണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടപ്പുണ്ടായിരിക്കും. അതൊക്കെ എടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കും കേട്ടോ രാവിലെ തന്നെ. എന്നിട്ട് നമ്മൾ ബാക്കി പണികൾ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതാദ്യമേ കുക്കറിലെടുത്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പോകേണ്ടതല്ലേ, അപ്പം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ. അതവിടെ ഇരുന്ന് വെന്ത് കഴിഞ്ഞാൽ ബാക്കി സമാധാനം ഉണ്ടല്ലോ. പിന്നെ മോർണിംഗ് ഡ്രിങ്കിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാവാൻ. ഇത് മറ്റേ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് ഇല്ലേ, അതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുവാണ്, അതുകൊണ്ട് റിസൾട്ടൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈമാണ്. പറയാം കേട്ടോ, നല്ലതാണെങ്കിൽ പറയാം. കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലൊരു ഐസ് ക്യൂബ് എടുത്തിടുക എന്നാണ് പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ. അതുപോലെ ഞാനൊന്ന് ഇട്ട് നോക്കി. അപ്പം കളറൊക്കെ അതുപോലെ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അത് അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തു ഞാൻ ബാക്കി അതവിടെ വെച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് നോക്കി, അപ്പം അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട്. എനിക്ക് ഈ ഡ്രിങ്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഹണിയും കൂടെ ചേർത്താണ് കുടിച്ചത്. അതുകൊണ്ട് അത്ര ഇഷ്ടമായില്ല എന്ന് തന്നെ പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഹണി ചേർക്കാതെ കുടിച്ചാൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം ആ ഒരു പുളിപ്പും ആ ഒരു മധുരമൊക്കെ തോന്നും. ഹണിയും കൂടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ആരൊക്കെ ഇതുപോലെ കവർ എടുത്ത് വെക്കുന്നുണ്ട് ഹരിതകർമ്മസേനയ്ക്ക് എടുക്കാൻ വേണ്ടി? അങ്ങനെ പാല് വെച്ചു. പിന്നെ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗോതമ്പ് പൊടിയും ഉപ്പും ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. ആരൊക്കെ ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയണേ. നല്ല ദോശയാണ്, നല്ല സോഫ്റ്റാണ്. ഞാനപ്പം അതിൻ്റെ ബാറ്റർ ശരിയാക്കി ഒരു സൈഡിലോട്ട് വെക്കാമെന്ന് ഓർത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റേ ഉള്ളിയും സബോളയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കടലക്കറിക്കുള്ള, അതും അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ദോശ ഒരു സൈഡിൽ ഇങ്ങനെ ചുട്ട് വെക്കാമെന്ന് ഓർത്തു. അതിനിടയ്ക്ക് ചായ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശ ഇടുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ സോയാബീൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതും ചൂടാക്കി. അപ്പോൾ ഞാൻ മുറിയിലോട്ട് പോയി നോക്കുമ്പോൾ മടക്കാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് വെച്ചു. അതൊന്ന് മടക്കി മാറ്റണമല്ലോ, അതുകൊണ്ട് ഞാൻ ആ കട്ടിലേ തന്നെ വെച്ചു. പിന്നെ വന്ന് നേരെ കടലക്കറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണേ. പെട്ടെന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പോകണമല്ലോ. അതിനിടയ്ക്ക് മുട്ട വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു, അത് ഈ പാത്രത്തിലാക്കിയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ താഴെ വല്ലതും വീഴുമോ എന്ന് ഓർത്തിട്ട്. ഈ ഒരു പാത്രം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. 30 എണ്ണത്തോളം ഇതിനകത്ത് ഉള്ളൂ കേട്ടോ. അത് ഞാനിങ്ങനെ, ഞങ്ങൾക്ക് മുട്ട നന്നായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഡയറ്റ് ആയതുകൊണ്ട് മുട്ട നല്ല ചിലവാണ് കേട്ടോ. പിന്നെ ഗോതമ്പ് ദോശയും കടലക്കറിയും ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്കുള്ള ഗോതമ്പ് ദോശയും ചായയുമാണ് കേട്ടോ ഇത്. ഇന്ന് ചായ കുടിക്കാനൊരു മോഹം തോന്നി, മധുരമിടാത്ത ചായയാണേ. പിന്നെ ഈ ഒരു സ്റ്റാൻഡിലാണ് ഞാൻ തുണി കൊണ്ട് വെളിയിലിടുന്നത്. കാരണം അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതാകുമ്പോൾ ഒരു സൈഡിൽ ഇരുന്നോളൂ കേട്ടോ, പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. പിന്നെ നമ്മൾ മറക്കാൻ മേലാത്തൊരു നിർബന്ധമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡയറ്റ് ചെയ്യുവാണേലും അല്ലെങ്കിലും വെള്ളം നന്നായിട്ട് കുടിക്കണമല്ലോ. നമ്മുടെ ബോഡി നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നത് നമ്മുടെ കടമയല്ലേ. അപ്പം ഇതുപോലൊരു ബോട്ടിൽ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. നല്ല ബോട്ടിലാണ്, നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിലാണ്. ഇതിലൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് കുടിക്കണം എന്നൊരു ഫീൽ തോന്നും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഗ്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ ഒരളവറിയില്ല. ഇതാകുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇത്രയും വെള്ളം ഒരു ദിവസം കുടിക്കുന്നുണ്ട് എന്നറിയാൻ പറ്റും കേട്ടോ. നല്ല ബോട്ടിലാണ്. എനിക്ക് ആ സ്ട്രോയും അടപ്പൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഞാനിപ്പോൾ അത് വെച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്ട്രോ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നല്ല കുപ്പിയാണ് കേട്ടോ. ഇതുള്ളത് കൊണ്ട് ഞാനിങ്ങനെ വെള്ളം എടുക്കുന്നതും കുടിക്കുന്നതും ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്തോളും. അതുകൊണ്ട് നല്ലതാണ് കേട്ടോ. നിങ്ങൾ വാങ്ങിയാലും നല്ലതായിരിക്കും. പിന്നെ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകി നിമിഷ നേരം കൊണ്ട് വെച്ചു കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു, പക്ഷെ നല്ല പാടായിരുന്നു. അത്യാവശ്യം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ക്ഷീണിച്ചു. അതിൻ്റെ രണ്ട് പീസേ കഴിച്ചുള്ളൂ കേട്ടോ. പപ്പായ കഴിച്ചു. എടുത്തപ്പം എല്ലാവർക്കും കൂടി ഉള്ളത് എടുത്തതാണ്. പിന്നെ 2 പീസേ കഴിച്ചുള്ളൂ, ബാക്കി കൊണ്ട് വെച്ചു. പിന്നെ ലഞ്ചിലോട്ട് പോയി. ലഞ്ചിന് ഇന്ന് ഞാൻ കുറച്ച് ഇന്നൊരു ചോറുണ്ണാൻ വേണ്ടി ഒരു തോന്നൽ കേട്ടോ. നമുക്കങ്ങനെ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് കഴിച്ചോണം. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് നമ്മൾ ആ ഒരു കൊതി തീർത്തും കഴിച്ചേക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് മുമ്പോട്ട് പോകത്തില്ല കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന കുറച്ച് ചോറും മീൻകറിയും ചൂരക്കറിയാണ്, അതും പിന്നെ പരിപ്പ് കറിയും
പരിപ്പ് കറി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുപയർ തോരനുമായിരുന്നേ. ആഗ്രഹം തോന്നുമ്പോൾ അങ്ങ് ഞാൻ ചോറ് തന്നെയാണ് മാക്സിമം കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുകയെന്നേ ഉള്ളൂ. നമുക്കിഷ്ടമുള്ള എല്ലാം കഴിക്കാം, പക്ഷേ അളവ് കുറച്ച് കഴിക്കുകയെന്നേ ഉള്ളൂ കേട്ടോ ഡയറ്റിൽ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കഴിക്കാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ തെറ്റിക്കും കേട്ടോ. ഞാനിപ്പോൾ ആഗ്രഹം തോന്നുന്നത് തന്നെ കഴിക്കും കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ച് അത് കഴിക്കാൻ മാക്സിമം നോക്കും. അത് ഞാൻ കഴിക്കാതെ പോകുമ്പോൾ എനിക്കൊട്ടും അത് പിന്നെ കിട്ടിയില്ലല്ലോ, അയ്യോ കഴിച്ചില്ലല്ലോ എന്നുള്ള തോന്നലാണേ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.